തിരുവിളയാടൽ പുരാണത്തിലെ അടുത്ത ഒരു സുന്ദരേശലീലയിലേക്കാണ് നാം കടക്കുന്നത്. സപ്താബ്ദി മാഹാത്മ്യം എന്നാണ് ഈ തിരുവിളയാടലിൻ്റെ പേര്. സുന്ദരേശനെ കാണുവാൻ ഒരുപാട് താമസന്മാർ എപ്പോഴും വരാറുണ്ട്. അവരെ പൂജിച്ച് തടാതകാദേവിയുടെ അമ്മ കാഞ്ചനമാല നിർവൃതി കൊള്ളാറുണ്ട്. ഒരു ദിവസം ഗൗതമ മുനി തൻ്റെ ശിഷ്യഗണങ്ങളോടൊത്ത് മധുരയിലേക്ക് വന്നു. കാഞ്ചനമാല ഗൗതമ മുനിയെ വിശേഷമായി പൂജിച്ച് ഇപ്രകാരം ചോദിച്ചു: മഹാമുനെ, അവിടുന്ന് സർവധർമ്മജ്ഞനാണല്ലോ. ഉത്തമ ധർമ്മങ്ങൾ ഏതെല്ലാമാണെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹത്തെ അവിടുന്ന് സഫലമാക്കിയാലും. ഇത് കേട്ട് ഗൗതമ മഹർഷി പറഞ്ഞു: അല്ലയോ അമ്മേ, അമ്മയുടെ സംശയം ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞിട്ട് ധർമ്മത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. വേദജ്ഞരായവർ ധർമ്മം 3 വിധത്തിലാണെന്ന് പറയുന്നു. മാനസം, വാചികം, കായികം എന്നിവയാണ് ധർമ്മത്തിൻ്റെ 3 ഭേദങ്ങൾ. സകല ജീവികളിലും കാരുണ്യം, രാഗാദികളിൽ നിന്നുള്ള മുക്തി, സത്യം, ക്ഷമ, ചിന്തനം, തുഷ്ടി, സുന്ദരേശ്വര ധ്യാനം, ആർജവം, ഇന്ദ്രിയ നിഗ്രഹം തുടങ്ങിയവയാണ് മാനസിക ധർമ്മങ്ങൾ. സർവദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതും ഭോഗമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്നതും അത്യുത്തമവുമായ പഞ്ചാക്ഷരി മന്ത്രം, നാനാവിധത്തിലുള്ള സ്തുതികൾ, വൈദിക മന്ത്രങ്ങൾ തുടങ്ങിയവ ജപിക്കുന്നത് വാചിക ധർമ്മം എന്ന് പറയുന്നു. ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുക, പ്രദക്ഷിണം ചെയ്യുക, പൂജിക്കുക, നമസ്കരിക്കുക, ശിവപൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ഒരുക്കുക, ശിവക്ഷേത്രം വൃത്തിയാക്കുക, കമലമുഖി തീർത്ഥ യാത്ര മുതലായ കായിക ധർമ്മങ്ങളാണ്. ഇപ്പറഞ്ഞതിലെല്ലാം വച്ച് ഏറ്റവും ഉത്തമമായുള്ളത് തീർത്ഥയാത്രയാണ്. അതുകൊണ്ട് സകല ദുരിതങ്ങളും നശിച്ചു പോകും. മാത്രമല്ല സായുജ്യവും സിദ്ധിക്കും. സകല പുരുഷാർത്ഥങ്ങളും എളുപ്പത്തിൽ സിദ്ധിക്കുന്നതിന് ഇതിലും ലളിതമായ ഒരു മാർഗം ലോകത്തില്ല. സർവ്വതീർത്ഥങ്ങളിൽ നിന്ന് സ്നാനം ചെയ്യാൻ കഴിയാത്തവർ ഏതെങ്കിലും ഒരു നദിയിൽ സ്നാനം ചെയ്താൽ മതി. സാഗര സ്നാനം അത്യന്തം പുണ്യപ്രദമാണ്. അതുകൊണ്ട് ഭഗവതി വേഗത്തിൽ സാഗര സ്നാനം ചെയ്ത് ശിവലോകം പ്രാപിച്ച് ഭർത്താവിനോട് കൂടിച്ചേരുക എന്ന് ഗൗതമ മുനി ആശംസിച്ചു. ഇത് കേട്ട് കാഞ്ചനമാല അത്യധികം സന്തുഷ്ടയായി. അവർ കമലമുഖി സാഗരത്തിൽ സ്നാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അത് തൻ്റെ മകളോട് പറയുകയും ചെയ്തു. പക്ഷേ ഗൗതമ മുനി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് സ്നാനം ചെയ്യുമ്പോൾ ഒന്നുകിൽ ഭർത്താവിനോടൊത്ത് സ്നാനം ചെയ്യണം, അല്ലെങ്കിൽ മകനോടൊത്ത് സ്നാനം ചെയ്യണം. നിർഭാഗ്യവശാൽ കാഞ്ചനമാലയ്ക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞിരുന്നു. മാത്രമല്ല പുത്രൻ ജനിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് വിഷാദഭരിതയായി കാഞ്ചനമാല ചിന്തിച്ചു. കാഞ്ചനമാലയുടെ ദുഃഖം തടാതകാദേവി തൻ്റെ ഭർത്താവായ സുന്ദരേശനോട് പറഞ്ഞു. സുന്ദരേശൻ അതിന് പോംവഴി നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാനതിന് മാർഗമുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് സപ്തസാഗരത്തെ 7 മഹാസാഗരങ്ങളെ സുന്ദരേശ മഹാരാജാവ് മധുരാപുരിയിലേക്ക് കൊണ്ടുവന്നു.
മാത്രമല്ല മരിച്ചുപോയ മലയധ്വജനെ, കാഞ്ചനമാലയുടെ ഭർത്താവായ മലയധ്വജനെ സ്വർഗലോകത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ സുന്ദരേശ രാജാവിൻ്റെ മേൽനോട്ടത്തിൽ കാഞ്ചനമാലയും ഭർത്താവായ മലയധ്വജനും ഒരുമിച്ച് ആ സപ്ത സാഗരങ്ങളിലും സ്നാനം ചെയ്തു. അങ്ങനെ അവർ വളരെ സന്തുഷ്ടരായിത്തീർന്നു. അതോടുകൂടി അവർ നോക്കൂ, ആ ഭാഗം ഹാലാസ്യമാഹാത്മ്യത്തിൽ വിവരിക്കുന്ന ഇങ്ങനെയാണ്. സ്നാനം ചെയ്ത് കഴിഞ്ഞിട്ട് സപ്താബ്ദിയിൽ നിന്ന് കരയ്ക്ക് കയറിയ ഉടൻ തന്നെ കാഞ്ചനമാലയും മലയധ്വജനും പാർവതീ പരമേശ്വരന്മാരുടെ സാരൂപ്യം പ്രാപിച്ചു. അതിനാണ് സാരൂപ്യമുക്തി എന്ന് പറയുന്നത്. അങ്ങനെ അവർ സാരൂപ്യ മുക്തി പ്രാപിക്കുകയും ശിവലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇതാണ് സുന്ദരേശം രാജാവിൻ്റെ മറ്റൊരു ലീല. അപ്പോൾ ഇവിടെ സപ്തസാഗരങ്ങളെ മധുരാപുരിയിലേക്ക് കൊണ്ടുവന്നത് സുന്ദരേശ ഭഗവാനാണ്. അതേപോലെ തന്നെ മലയധ്വജനെ സ്വർഗലോകത്തുനിന്ന് ഒരു നിമിഷത്തേക്ക് കാഞ്ചനമാലയുടെ അരികിലേക്ക് കൊണ്ടുവന്ന് അവരെ സപ്തസാഗരത്തിൽ മുങ്ങാൻ കൂട്ടുനിൽക്കുകയും ചെയ്തു. ഇതോടെ അവർക്ക് സാരൂപ്യമുക്തി ലഭിക്കുകയും അവർ ശിവലോകം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഈ ലീലയിൽ അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് വിവരിക്കുന്നത്. ഓം ശിവായ നമഃ.